നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റീജിയണൽ ബിസിനസ് ഓഫീസ് തൊടുപുഴയുടെ ആഭിമുഖ്യത്തിൽ കുടുംബശ്രീ യൂണിറ്റുകൾക്ക് തയ്യൽ മെഷീനുകൾ വിതരണം ചെയ്തു. തൊടുപുഴ നഗരസഭയിൽ റാപ്പിഡ് റെസ്പോൺസ് ടീം പ്രവർത്തനം ആരംഭിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് എഞ്ചിനീയറിംഗ് വിംഗ് സാങ്കേതിക വിഭാഗം ജീവനക്കാരുടെ സംഘടനയായ ഫീലയുടെ 10ാം സംസ്ഥാന സമ്മേളനം 24-25 തീയതികളിൽ തൊടുപുഴ മർച്ചന്റ്സ് ട്രസ്റ്റ് ഹാളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്കൂളുകളെല്ലാം പുതിയ അധ്യയന വർഷത്തിനായുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ്. കുരുന്നുകളെ ആകർഷിക്കാൻ കാർട്ടൂണുകളും അവയിലെ കഥാപാത്രങ്ങളും സ്കൂൾ മതിലുകളിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. പേര് പോലെ തന്നെ കാഴ്ചകൾ കൊണ്ടും അതിമനോഹരമാണ് ഇലവീഴ പൂഞ്ചിറ. കോട്ടയം ഇടുക്കി ജില്ലയുടെ അതിർത്തിയായ ഈ മലമുകളിൽ നിന്നാൽ 5 ജില്ലകളുടെ വിദൂര ദൃശ്യം ആസ്വദിക്കാനാകും. വാർത്തകൾ വിശദമായി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റീജിയണൽ ബിസിനസ് ഓഫീസ് തൊടുപുഴയുടെ ആഭിമുഖ്യത്തിൽ കുടുംബശ്രീ യൂണിറ്റുകൾക്ക് തയ്യൽ മെഷീനുകൾ വിതരണം ചെയ്തു. തൊടുപുഴ റീജിയണൽ മാനേജർ നെഫിൻ ക്രിസ്റ്റഫറിൽ നിന്നും കുടുംബശ്രീ മിഷൻ ഇടുക്കി ജില്ലാ കോർഡിനേറ്റർ മിനി CR, തൊടുപുഴ മുനിസിപ്പാലിറ്റി CDS ചെയർപേഴ്സൺ സുഷമ ജോയ് എന്നിവർ ചേർന്ന് തയ്യൽ മെഷീനുകൾ ഏറ്റുവാങ്ങി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ CSR ആക്ടിവിറ്റിയുടെ ഭാഗമായി SBI റീജിയണൽ ബിസിനസ് ഓഫീസ് തൊടുപുഴയുടെ ആഭിമുഖ്യത്തിൽ കുടുംബശ്രീ യൂണിറ്റുകൾക്ക് തയ്യൽ മെഷീനുകൾ വിതരണം ചെയ്തു. SBI ചീഫ് മാനേജർ അനുരാജ് MS സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ തൊടുപുഴ റീജിയണൽ മാനേജർ നെഫിൻ ക്രിസ്റ്റഫർ ചടങ്ങിന്റെ ഉദ്ഘാടനവും തയ്യൽ മെഷീനുകളുടെ വിതരണവും നിർവഹിച്ചു. എൻ്റെ അമ്മയും ഒരു കുടുംബശ്രീ മെമ്പറാണ്, SHG മെമ്പറാണ്. പലപ്പോഴും വീട്ടിൽ വെച്ചൊക്കെ മീറ്റിംഗ് നടക്കാറുണ്ട്, അപ്പം ഞാനത് ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അവരും ഈ ലിങ്കേജ് ലോണും കാര്യങ്ങളൊക്കെ എടുത്ത് ചെയ്യുന്നുണ്ട്. വളരെ മികച്ച രീതിയിൽ നടത്തുന്നത്. എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു മേ ബി മോർ ദാൻ 15-20 ഇയേഴ്സ്, ഓൾമോസ്റ്റ് 20 ഇയേഴ്സ്, 10-20 വർഷങ്ങൾ കൊണ്ട് അവർ വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് ഈ പറയുന്ന SHG എന്ന് പറയുന്ന കൺസെപ്റ്റിനോട് എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ഉണ്ട്. SBIക്ക് ഈ പറയുന്ന അവരുടെ കൂടെ ഇറങ്ങി ചെന്ന് നിന്ന് അവരുടെ കൂടെ പ്രവർത്തിക്കാനാണ് ഇഷ്ടം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ഒരു 10-38 പേരെ നമ്മൾ എടുത്തിട്ടുണ്ട്, പുതിയതായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു മിഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ കുടുംബശ്രീ കൂട്ടായ്മയ്ക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അത് അവരുടെ സ്ഥലത്ത് ചെന്ന് അത് ചെയ്തു കൊടുക്കാൻ സന്നദ്ധരായിട്ട് നമ്മുടെ ഈ ടീമുണ്ട്. അത് SBI, കാരണം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ പറയുന്ന SHG അല്ലെങ്കിൽ കുടുംബശ്രീ ഇതിന് എത്രത്തോളം പ്രാധാന്യമാണ് SBI കൽപ്പിക്കുന്നത്. കുടുംബശ്രീ യൂണിറ്റുകൾക്ക് വേണ്ടി കുടുംബശ്രീ മിഷൻ ഇടുക്കി ജില്ലാ കോർഡിനേറ്റർ മിനി CR, തൊടുപുഴ മുനിസിപ്പാലിറ്റി CDS ചെയർപേഴ്സൺ സുഷമ ജോയ് എന്നിവർ ചേർന്ന് തയ്യൽ മെഷീനുകൾ ഏറ്റുവാങ്ങുകയും ചടങ്ങിന് ആശംസ അറിയിക്കുകയും ചെയ്തു. SBI തൊടുപുഴ HR മാനേജർ അഖിർ K നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി കാഞ്ചിയാർ പള്ളിക്കവലയിൽ അനധികൃതമായി നിർമ്മിച്ച കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ നോട്ടീസ് നൽകി. 7 ദിവസത്തിനകം ഉടമകൾ സ്വയം പൊളിച്ചു നീക്കിയില്ലെങ്കിൽ വീണ്ടും നോട്ടീസ് നൽകുകയും പഞ്ചായത്ത് അധികൃതർ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുമെന്നും പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ടിൽ അറിയിച്ചു. മലയോര ഹൈവേയുടെ 2ാം റീച്ചിന്റെ ഭാഗമായി കാഞ്ചിയാർ പള്ളിക്കവലയിലെ അനധികൃത കെട്ടിട നിർമ്മാണങ്ങൾക്കാണ് പൊളിക്കൽ നോട്ടീസ് നൽകിയത്. റോഡ് പുറമ്പോക്കിലും റവന്യൂ വകുപ്പിന്റെ സ്ഥലത്തും അനധികൃതമായി നിർമ്മിച്ച കെട്ടിടങ്ങളാണ് പൊളിച്ചു നീക്കാൻ പഞ്ചായത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 7 ദിവസത്തിനകം പൊളിച്ചു നീക്കണമെന്നാണ് നോട്ടീസിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നോട്ടീസ് കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് ഉടമകൾ സ്വയമേ കെട്ടിടം പൊളിച്ചു നീക്കാത്ത പക്ഷം അധികൃതർ കെട്ടിടങ്ങൾ നേരിട്ട് പൊളിച്ചു നീക്കും. കെട്ടിടങ്ങൾ നിലകൊള്ളുന്ന സ്ഥലങ്ങളിൽ ഐറിഷ് ഓടയ്ക്ക് പുറമെ ഫുട്പാത്തുകൾ നിർമ്മിക്കാൻ ഹൈവേ അതോറിറ്റിയോട് പഞ്ചായത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട്.
വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ദേവാലയങ്ങൾ, ആശുപത്രി, വിവിധ സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന മേഖലയാണ് പള്ളിക്കവല. ഇവിടെ മലയോര ഹൈവേ നിർമ്മാണത്തോടനുബന്ധിച്ച് തന്നെ കാൽനട യാത്രക്കാർക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താനാണ് പഞ്ചായത്ത് ലക്ഷ്യം വെക്കുന്നത്. നടപടിയോട് ആളുകൾ സഹകരിക്കണമെന്നും പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. കാഞ്ചാർ ഗ്രാമപഞ്ചായത്തിൽ മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പള്ളിക്കവലയിൽ റവന്യൂ ഭൂമിയും റോഡിൻ്റെയും പുറമ്പോക്കിൽ അനധികൃതമായ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ കാഞ്ചാർ ഗ്രാമപഞ്ചായത്തിലെ സർവകക്ഷി യോഗത്തിൻ്റെയും ജനപ്രതിനിധികളുടെയും ഒക്കെ മീറ്റിങ്ങിൽ അവിടെ പൊളിച്ചു നീക്കുന്നതിനുള്ള തീരുമാനം കൈക്കൊണ്ടുള്ളതാണ്. അതിനോടനുബന്ധിച്ച് തന്നെ 7 ദിവസത്തിനകം അവിടുന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ മാറ്റണമെന്ന് കാണിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്തിനും നോട്ടീസ് നൽകിയിട്ടുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി സ്കൂള്, ആരാധനാലയം, അതുപോലെ തന്നെ ആയുർവേദ ഹോസ്പിറ്റൽ, സാംസ്കാരിക നിലയം എല്ലാം സ്ഥിതി ചെയ്യുന്ന കാഞ്ചാർ ഗ്രാമപഞ്ചായത്തിൻ്റെ സ്ഥിരാകേന്ദ്രമായ പള്ളിക്കവലയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനോ കാൽനടക്കാർക്ക് യാത്ര ചെയ്യുന്നുള്ള സൗകര്യമില്ല എന്ന് ബോധ്യപ്പെട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് അവിടെ ഐറിഷോടെയും അതിന് അപ്പുറത്തായിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഒരു ഫുട്പാത്ത് നിർമ്മിച്ച് നൽകുന്നതിനുള്ള അനുമതി നേടിക്കൊണ്ട് ഗ്രാമപഞ്ചായത്ത് അവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ആ അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കിയാൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനും അതുപോലെ തന്നെ കാൽനട യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ നിർദ്ധനായ രോഗികൾക്കുമെല്ലാം ഈ വിവിധ സർക്കാർ, അർദ്ധ സർക്കാർ അല്ല പൊതു സ്ഥാപനങ്ങളിലേക്കെല്ലാം പോകുന്നതിനുള്ള ഒരു ഫുട്പാത്ത് നിർമ്മിക്കുന്നതിനും ഒരു ആവശ്യമാണ് ഗ്രാമപഞ്ചായത്തും ജനപ്രതിനിധികളും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് ഏതാനും എല്ലാവരുടെയും സഹകരണം സാധ്യമായെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കാഞ്ചിയാറിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിയെടുക്കുന്നതിനുള്ള ഒരു ബൃഹത് പദ്ധതി തന്നെയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തൊടുപുഴ നഗരസഭയിൽ റാപ്പിഡ് റെസ്പോൺസ് ടീം പ്രവർത്തനം ആരംഭിച്ചു. മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട്, ഓട ബ്ലോക്ക്, മരത്തിന്റെ ശിഖരങ്ങൾ വീണ് ഗതാഗതം തടസ്സപ്പെടുക എന്നിവ പരിഹരിക്കുന്നതിനായി റാപ്പിഡ് റെസ്പോൺസ് ടീം രൂപീകരിച്ചത്. 8281246241 എന്ന സെൽ നമ്പറിലും പൊതുജനങ്ങൾക്ക് പരാതികൾ വിളിച്ചറിയിക്കാം. 0482222711 എന്ന നമ്പറിൽ നഗരസഭാ ഓഫീസിലും ബന്ധപ്പെടാവുന്നതാണ്. മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട്, ഓട ബ്ലോക്ക്, മരത്തിന്റെ ശിഖരങ്ങൾ വീണ് ഗതാഗതം തടസ്സപ്പെടുക എന്നിവ പരിഹരിക്കുന്നതിനായി തൊടുപുഴ നഗരസഭയിൽ റാപ്പിഡ് റെസ്പോൺസ് ടീം പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭയിലെ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, ശുചീകരണ വിഭാഗം ജീവനക്കാർ എന്നിവരടങ്ങിയ 5 അംഗങ്ങളാണ് ടീമിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ടീമിന്റെ സുഗമമായ പ്രവർത്തനത്തിനായി നഗരസഭ വാഹനവും വിട്ടു നൽകിയിട്ടുണ്ട്. സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിൽ അപകട ഭീഷണി സൃഷ്ടിക്കുന്ന മരങ്ങളുടെ ശിഖരങ്ങൾ എന്നിവ കേരള ദുരന്ത നിവാരണ നിയമപ്രകാരം ഉടമസ്ഥർ തന്നെ മുറിച്ചു മാറ്റി അപകട ഭീഷണി ഒഴിവാക്കേണ്ടതാണ്. കൂടാതെ പൊതുസ്ഥലത്ത് അനധികൃതമായി സ്ഥാപിച്ചതും അപകടാവസ്ഥയിൽ നിൽക്കുന്നതുമായ ബോർഡുകളും കമാനങ്ങളും ഹോൾഡിങ്ങുകളും ആരാണോ സ്ഥാപിച്ചത് അവർ തന്നെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ അടിയന്തരമായി നീക്കേണ്ടതാണ്. അല്ലാത്തപക്ഷം തന്മൂലമുണ്ടാകുന്ന എല്ലാ കഷ്ടനഷ്ടങ്ങൾക്കും സ്ഥാപിച്ചവർ തന്നെയായിരിക്കും ഉത്തരവാദിയെന്ന് മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ്, സെക്രട്ടറി ബിജുമോൻ ജേക്കബ് എന്നിവർ അറിയിച്ചു. തൊടുപുഴ നഗരസഭ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് 35 വാർഡുകളിലും ഓട ക്ലീനിങ്ങും മറ്റു കാര്യങ്ങളും 80% പൂർത്തീകരിച്ചു. അതിനോടൊപ്പം തന്നെ രാത്രികാലങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാകുന്ന സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് കാലവർഷം ശക്തിയായി വരുന്നതനുസരിച്ചുകൊണ്ട് ഏതൊക്കെ രീതിയിലുള്ള പറയുന്ന രീതിയിൽ ഓട നിർമ്മാണത്തിനും അതുപോലെ തന്നെ മഴക്കാലക്കെടുതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്താലും സ്ഥിരമായി നഗരത്തിലെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം അറിയാം, വെള്ളപ്പൊക്കം അല്ലെങ്കിൽ വെള്ളം പൊങ്ങുന്ന സ്ഥലങ്ങളിൽ അതൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടായിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എങ്കിലും വെള്ളക്കെട്ട് നിലനിൽക്കുന്ന മേഖലകളിൽ ആ സമയത്ത് ആ സന്ദർഭത്തിനനുസരിച്ചുള്ള പ്രവർത്തനം നടത്തണമെങ്കിൽ നമ്മുടെ ടീം അനിവാര്യമാണ്. മറ്റ് നഗരങ്ങളിൽ ഇല്ലാത്ത പോലെ രാത്രി 8-10 ജീവനക്കാരെയും അതുപോലെ തന്നെ ഇവിടുത്തെ ശുചീകരണ വിഭാഗം തൊഴിലാളികളെയും വാഹനം ഉൾപ്പെടെ മറ്റ് പണി ഉപകരണങ്ങൾ ഉൾപ്പെടെ റാപ്പിഡ് റെസ്പോൺസ് ടീമെന്ന് പറഞ്ഞ് കഴിഞ്ഞ ഒരാഴ്ച കാലമായി നഗരസഭ സജ്ജമാക്കിയിരിക്കുന്നു. അതിന് റാപ്പിഡ് റെസ്പോൺസ് ടീം സജ്ജമാണ് നഗരസഭയിൽ. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വ്യത്യസ്തമായിട്ട് മറ്റ് നഗരസഭകളൊന്നും ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടില്ല. തൊടുപുഴ നഗരസഭ മഴയ്ക്ക് മുമ്പേ ഈ പ്രവർത്തനം ആരംഭിച്ചു. ഒരു മരം വീണ് കഴിഞ്ഞാൽ ഫയർഫോഴ്സിൻ്റെ ഒരു തിരക്കും മറ്റു കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഒരു മരത്തിൻ്റെ കമ്പൊടിഞ്ഞ് റോട്ടിൽ ചാടിയ ഗതാഗതം തടസ്സപ്പെടുത്തി. ആ സമയത്ത് ഇവിടെ മിഷ്യൻ വാൾ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ശിഖരങ്ങൾ കട്ട് ചെയ്ത് മാറ്റുവാനും അതിൻ്റെ മറ്റു കാര്യങ്ങൾ ചെയ്യുവാനുമായിട്ടുള്ള തൊഴിലാളികൾ സജ്ജമാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് രാത്രി 12 മണി 1 മണി സമയം വരെ നഗരസഭ സജ്ജമായിരിക്കുകയാണ്. തൊട്ടടുത്ത ദിവസം നാളെ തന്നെ കാലവർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിയന്തര ജാഗ്രതാ യോഗം ചേരുവാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഏതൊക്കെ രീതിയിലുള്ള മുന്നൊരുക്കങ്ങളാണ് നഗരസഭ ഉണ്ടായിട്ടുണ്ട്. മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഭാഗമായി തൊടുപുഴ നഗരസഭ സജ്ജമാണെന്ന് നഗരസഭാ ചെയർമാൻ അറിയിക്കുക.
പൊതുജനങ്ങൾക്ക് 8281246241 എന്ന നമ്പറിൽ പരാതികൾ വിളിച്ചറിയിക്കാവുന്നതും 0482222711 എന്ന നമ്പറിൽ നഗരസഭാ ഓഫീസിൽ ബന്ധപ്പെടാവുന്നതുമാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കാഞ്ചിയാർ യൂണിറ്റ് വാർഷിക പൊതുയോഗവും ഭരണസമിതി തിരഞ്ഞെടുപ്പും സംഘടിപ്പിച്ചു. പരിപാടി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് KR വിനോദ് ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കാഞ്ചിയാർ യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും ഭരണസമിതി തെരഞ്ഞെടുപ്പുമാണ് സംഘടിപ്പിച്ചത്. 2023-24 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കലും നടന്നു. മാരിയിൽ കൃഷ്ണൻ നായർ നഗർ SNDP ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി കേരള വ്യാപാരി വ്യവസായ സമിതി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് KR വിനോദ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ വന്ന് കണ്ടപ്പോൾ കുറെ കൂടി അച്ചടക്കത്തോടുകൂടി കാര്യങ്ങൾ യൂണിറ്റാണെന്ന് കൂടുതൽ ബോധ്യമായി. നല്ലതല്ല, നിങ്ങൾ കുറച്ചുകൂടി ആ റിപ്പോർട്ടിൽ കണക്കിൽ ചർച്ച ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. നമ്മളൊരു ലാഘവ മനോഭാവത്തിൽ ഒരിക്കലും പോകരുത്. ഗൗരവപൂർവ്വം സംഘടനാ പ്രവർത്തനങ്ങളെ കാണണം. നമ്മുടെ വ്യാപാര രംഗത്തിന്റെ സ്ഥിതി സമയക്കുറവ് ഞാൻ ദീർഘിപ്പിച്ചൊന്നും പ്രസംഗിക്കില്ല, കഴിയില്ല. ഇപ്പോഴത്തെ നമ്മുടെ സ്ഥിതി എന്താണെന്ന് നമ്മളൊന്ന് പരിശോധിച്ച് പോകണം. ഇപ്പോഴും ഓരോ വാർഷിക പൊതുയോഗങ്ങളിലും ഇനി അതിന് കഴിഞ്ഞില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ്, ദ്വൈവാർഷിക തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങൾ ഉറപ്പായിട്ട് നമ്മൾ നടത്തുന്നുണ്ട്. ഇപ്പൊ നമ്മൾ വാർഷിക പൊതുയോഗങ്ങൾ തന്നെ നിർബന്ധമാക്കിയിരിക്കുകയാണ്. ജില്ലയിൽ നമുക്ക് 144 യൂണിറ്റുകളാണ് ഇപ്പൊ ലൈവായിട്ടുള്ളത്. 148 യൂണിറ്റ് ഉണ്ട്. എന്നാൽ 4 യൂണിറ്റ് അത്ര നന്നായി പ്രവർത്തിക്കുന്നില്ല. ചില സ്ഥലങ്ങളിൽ അങ്ങനെ വരാറുണ്ട്. ചെറിയ 25 വരെ ചേർത്ത് യൂണിറ്റ് ഉണ്ടാക്കിയാൽ ആ യൂണിറ്റ് ചിലപ്പോ ബാലാരിഷ്ടതകൾ താണ്ടി മുന്നോട്ട് പോയെന്ന് വരില്ല, ഒന്ന് നിന്നു വീണ്ടും സ്റ്റാർട്ടാവും. അങ്ങനെ അത് നന്നായി വരുന്ന യൂണിറ്റുകൾ ഇഷ്ടം പോലെയുണ്ട്. 144 യൂണിറ്റുകളിൽ ഈ ജൂൺ മാസം 5-ാം തീയതിക്ക് മുമ്പ് ദ്വൈവാർഷിക പൊതുയോഗം. യൂണിറ്റ് പ്രസിഡന്റ് റോയി അരങ്ങത്ത്, ജനറൽ സെക്രട്ടറി ബിജു മാത്യു, ട്രഷറർ സണ്ണി ഏഴാംചേരി, PK മാണി, വിൻസെന്റ് V കുര്യൻ, ജോഷി കുട്ടട എന്നിവർ പ്രസംഗിച്ചു. മുഹമ്മദ് ബഷീർ, സാബു മുരിപ്പാറയിൽ, ബിജു വാഴപ്പനാടിയിൽ, CT ആന്റണി, നന്ദിനി അജയൻ എന്നിവർ നേതൃത്വം നൽകി. യോഗത്തിൽ പഴയ ഭരണസമിതി തന്നെ വീണ്ടും തുടരാൻ അംഗങ്ങൾ തീരുമാനവുമെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ചിയാർ. തദ്ദേശ സ്വയംഭരണ വകുപ്പ് എഞ്ചിനീയറിംഗ് വിംഗ് സാങ്കേതിക വിഭാഗം ജീവനക്കാരുടെ സംഘടനയായ ഫീലയുടെ 10ാം സംസ്ഥാന സമ്മേളനം 24-25 തീയതികളിൽ തൊടുപുഴ മർച്ചന്റ്സ് ട്രസ്റ്റ് ഹാളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 24 നടക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് P ചന്ദ്രനും 25 പൊതുസമ്മേളനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനും ഉദ്ഘാടനം ചെയ്യും. തൊടുപുഴ MLA PJ ജോസഫ് ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുക്കും. ഫീലയുടെ നവീകരിച്ച വെബ്സൈറ്റും പ്രകാശനം ചെയ്യും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് എഞ്ചിനീയറിംഗ് വിംഗ് സാങ്കേതിക വിഭാഗം ജീവനക്കാരുടെ സംഘടനയായ ഫെഡറേഷൻ ഓഫ് എഞ്ചിനീയറിംഗ് എംപ്ലോയീസ് ഇൻ ലോക്കൽ അഡ്മിനിസ്ട്രേഷന്റെ 10ാം സംസ്ഥാന സമ്മേളനം 24-25 തീയതികളിൽ തൊടുപുഴ മർച്ചന്റ്സ് ട്രസ്റ്റ് ഹാളിൽ സംഘടിപ്പിക്കും. 24-ന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് P ചന്ദ്രനും 25-ന് പൊതുസമ്മേളനം മന്ത്രി റോഷി അഗസ്റ്റിനും ഉദ്ഘാടനം ചെയ്യും. PJ ജോസഫ് MLA മുഖ്യപ്രഭാഷണം നടത്തും. LSGD ചീഫ് എഞ്ചിനീയർ സന്ദീപ് KG, KSRRDA ചീഫ് എഞ്ചിനീയർ അനിൽകുമാർ RS, സംഘടനാ നേതാക്കൾ എന്നിവർക്കൊപ്പം മറ്റ് പ്രമുഖരും പങ്കെടുക്കും. ഫിലോയുടെ നവീകരിച്ച വെബ്സൈറ്റും പ്രകാശനം ചെയ്യും. തുടർന്ന് നടക്കുന്ന യാത്രയയപ്പ് സമ്മേളനത്തിന്റെ ഉദ്ഘാടനം തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് നിർവഹിക്കും. സമ്മേളനത്തിൽ വകുപ്പിൽ നിന്ന് വിരമിച്ചവരെയും ഫില ഫെസ്റ്റ് വിജയികളെയും ആദരിക്കും. അതിനുശേഷം ഫില ഫെസ്റ്റിലെ മത്സരാർത്ഥികളുടെ കലാവിരുന്നും ഉണ്ടായിരിക്കും. സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ തൊടുപുഴയുടെ MLA ജോസഫ് സാറാണ് മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കുന്നത്. ഉച്ചകഴിഞ്ഞ് നടക്കുന്ന യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നഗരസഭയുടെ ചെയർമാൻ ബഹുമാനായ സനീഷ് ജോർജ് അവர்களാണ്. പിന്നീട് നമ്മുടെ 2 ചീഫ് എഞ്ചിനീയർമാരാണ് നമുക്കുള്ളത്. LSD എഞ്ചിനീയറിംഗ് വിങ്ങിനും അതേപോലെ തന്നെ PIA പോവർട്ടി എലിവേഷൻ യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചീഫ് എഞ്ചിനീയർ ഉണ്ട്. 2 ചീഫ് എഞ്ചിനീയർമാർ പങ്കെടുക്കും. പിന്നെ നമ്മുടെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർമാർ, ജില്ലയിലുള്ള എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ തുടങ്ങിയ ആളുകൾ പങ്കെടുക്കും. പിന്നെ നമ്മുടെ എല്ലാ ജില്ലകളിൽ നിന്നും ഉള്ള മെമ്പേഴ്സ് ഉൾപ്പെടെ ഏതാണ്ട് 750 ആളുകളെയാണ് സമ്മേളനത്തിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് P ചന്ദ്രൻ, ജനറൽ സെക്രട്ടറി പ്രശാന്ത്, ട്രഷറർ ബിജു KR, ജില്ലാ സെക്രട്ടറി സിന്ധു KG, സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിജു VK എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കി ചെറുതോണിയിൽ വൻ കഞ്ചാവ് വേട്ട, 14 കിലോയോളം കഞ്ചാവ് പിടികൂടി. ജില്ലാ ആസ്ഥാന മേഖലയിൽ കഞ്ചാവ് വിൽപ്പന നടത്തുന്നതിൽ പ്രധാനി ഉൾപ്പെടെ 2 പേരാണ് അറസ്റ്റിലായത്. ഇടുക്കിയിൽ കഞ്ചാവുമായി 2 പേർ അറസ്റ്റിൽ. 2 കേസുകളിലായി 14 കിലോയോളം കഞ്ചാവാണ് പിടികൂടിയത്.
തങ്കമണി പുഷ്പഗിരി സ്വദേശി കലയത്തിങ്കൽ സാബു, ചെറുതോണി ഗാന്ധിനഗർ കോളനി സ്വദേശിയായ കാരിക്കാട്ട് പുത്തൻവീട്ടിൽ അനീഷ് പൊന്നു എന്നിവരാണ് എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത്. സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. കഴിഞ്ഞ ദിവസം വർക്കലയിൽ കഞ്ചാവുമായി പിടിയിലായ പ്രതി നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇടുക്കി സ്വദേശിയായ സാബുവിലേക്ക് എക്സൈസ് സംഘം എത്തിച്ചേർന്നത്. ഇയാൾ ആന്ധ്രയിൽ നിന്നും കഞ്ചാവ് എത്തിച്ച് കേരളത്തിലെ വിവിധ ജില്ലകളിൽ മൊത്ത വിതരണം നടത്തുകയായിരുന്നു. ഇത്തരത്തിൽ വിതരണത്തിനായി എത്തിച്ച 5 കിലോ 900 ഗ്രാം കഞ്ചാവുമായാണ് ഇയാളെ ഇടുക്കി ചേലച്ചൂട്ടിൽ നിന്നും എക്സൈസ് സംഘം പിടികൂടിയത്. അതേസമയം ഇടുക്കി ജില്ലാ ആസ്ഥാന മേഖലയിൽ കഞ്ചാവ് വിൽപ്പന നടത്തുന്നതിൽ പ്രധാനിയാണ് അറസ്റ്റിലായ അനീഷ്. ഇയാൾക്ക് വിൽപ്പനയ്ക്കായാണ് കഞ്ചാവ് എത്തിച്ചതെന്നാണ് സാബു എക്സൈസ് സംഘത്തിന് മൊഴി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അനീഷിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 8 കിലോ 400 ഗ്രാം കഞ്ചാവ് കണ്ടെത്തി. സമാനമായ കേസിൽ മുൻപും അനീഷ് അറസ്റ്റിലായിട്ടുണ്ട്. കഞ്ചാവ് പൊതുകളിലാക്കി സ്കൂൾ കോളേജ് പരിസരങ്ങളിലും ചെറുതോണി ടൗണിലും ഇയാൾ വിൽപ്പന നടത്തി വരികയായിരുന്നു. അറസ്റ്റിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. സ്കൂളുകളെല്ലാം പുതിയ അധ്യയന വർഷത്തിനായുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ്. കുരുന്നുകളെ ആകർഷിക്കാൻ കാർട്ടൂണുകളും അവയിലെ കഥാപാത്രങ്ങളും സ്കൂൾ മതിലുകളിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. തൊടുപുഴ വിമല കിൻഡർ ഗാർഡൻ സ്കൂളിലെ കാഴ്ചകളിലേക്ക് അരുണടുക്കുഴ തയ്യാറാക്കിയ റിപ്പോർട്ട്. പുതിയ അധ്യയന വർഷത്തിനായുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ് സ്കൂളുകൾ. കുരുന്നുകളെ ആകർഷിക്കാൻ കാർട്ടൂൺ കഥാപാത്രങ്ങളും സ്കൂൾ മതിലുകളിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. പലതരത്തിലുള്ള കാർട്ടൂൺ ചിത്രങ്ങളാണ് മതിലുകളിൽ വരയ്ക്കുന്നത്. പുലി, ജിറാഫ്, ആന എന്നിവയും മതിലിൽ ഇടം പിടിച്ചിരിക്കുന്നു. പലതരത്തിലുള്ള ചായങ്ങൾ കൊണ്ടാണ് കലാകാരന്മാരുടെ നേതൃത്വത്തിൽ കാർട്ടൂണുകൾ വരയ്ക്കുന്നത്. ഇതിൽ ആകർഷകമായിട്ടുള്ളത് വിമല കിൻഡർ ഗാർഡന്റെ സ്വന്തം കാർട്ടൂണായ ലൂണീസ് വേൾഡാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പേര് പോലെ തന്നെ കാഴ്ചകൾ കൊണ്ടും അതിമനോഹരമാണ് ഇലവീഴ പൂഞ്ചിറ. കോട്ടയം, ഇടുക്കി ജില്ലയുടെ അതിർത്തിയായ ഈ മലമുകളിൽ നിന്നാൽ 5 ജില്ലകളുടെ വിദൂര ദൃശ്യം ആസ്വദിക്കാനാകും. സമതലത്തിൽ നിന്നും ഏറെ ഉയരത്തിലുള്ള ഇലവീഴ പൂഞ്ചിറയിലേക്ക് നൂറുകണക്കിന് സഞ്ചാരികളാണ് നിത്യേന എത്തുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 3200 അടി ഉയരത്തിലാണ് ഇലവീഴ പൂഞ്ചിറ. വനവാസകാലത്ത് പാണ്ഡവർ ഇവിടെ താമസിച്ചതായാണ് ഐതിഹ്യം. ഭീമസേനൻ പാഞ്ചാലിക്കായി നിർമ്മിച്ച ഒരു ചിറ ഇവിടെ ക്ഷേത്രത്തിന് സമീപമുണ്ട്. ഇലവീഴില എന്ന് വിശ്വസിക്കുന്ന ഈ ചിറയുള്ള പ്രദേശത്തിന് കാലക്രമേണ ഇലവീഴ പൂഞ്ചിറ എന്ന പേര് വീഴുകയായിരുന്നു. ഇലവീഴ പൂഞ്ചിറയിൽ നിന്നുള്ള ഉദയാസ്തമയ കാഴ്ചകൾ അതിമനോഹരമാണ്. മഴയും മഞ്ഞും മാറി മാനം തെളിഞ്ഞാൽ ആയിരക്കണക്കിന് അടി താഴെയായി മലങ്കര അണക്കെട്ടും വേമ്പനാട്ടുകായലും നെടുമ്പാശ്ശേരിയുമെല്ലാം ഇവിടെ നിന്നു കാണാം. മഴ ഉണ്ടായിരുന്നില്ല, എങ്കിലും നല്ലൊരു കാലാവസ്ഥയാണ്. മഴ ഞങ്ങൾ പ്രതീക്ഷിച്ചു, മഴ കൂടി എൻജോയ് ചെയ്യണമെന്നുള്ളത് വിചാരിച്ചാണ് ഞങ്ങൾ വന്നത്. പക്ഷേ എങ്കിലും കുഴപ്പമില്ല, നല്ലതായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തത്. നല്ല കാലാവസ്ഥയായിരുന്നു. നല്ല രീതിയിൽ വെയിലാണെങ്കിലും നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല ഒരു കാലാവസ്ഥയാണ്, ഞങ്ങൾക്ക് വളരെ എൻജോയ് ചെയ്യാൻ പറ്റി. ഞങ്ങളെല്ലാവരും വളരെ ഹാപ്പിയാണ്. നല്ല ഒരു സ്ഥലമാണ്, എല്ലാവർക്കും സന്ദർശിക്കാൻ പറ്റിയ ഒരു സ്ഥലം. ഒരിക്കലെങ്കിലും ഇവിടെ വരുന്നത് എല്ലാവർക്കും നല്ലതായിരിക്കും. നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഫാമിലിയായിട്ടൊക്കെ എല്ലാവർക്കും വരാൻ പറ്റിയ നല്ല ഒരു പ്ലേസാണ്, നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ഓക്കെ, താങ്ക് യു. വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിയാൽ കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളുടെ പ്രദേശങ്ങളും കാണാം.
ട്രക്കിങ്ങിന് പറ്റിയ പ്രദേശമാണ് ഇലവീഴ പുഞ്ചിറ. ഇവിടം ഒരു ട്രക്കിംഗ് കേന്ദ്രമാക്കി DTPC വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. എല്ലാവിധ പഠനോപകരണങ്ങളും സ്കൂൾ സ്റ്റേഷനറീസും ഒരു കിടക്കീഴിൽ ഒരുക്കിക്കൊണ്ട് തൊടുപുഴ വെങ്ങല്ലൂർ സുലഭ ഹൈപ്പർ മാർക്കറ്റിൽ സ്കൂൾ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു. ഒരു കുട്ടിക്ക് ആവശ്യമായ എല്ലാ പഠനോപകരണങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്ഥാപനത്തിൽ നിന്നും ലഭ്യമാണ്. എല്ലാവിധ പഠനോപകരണങ്ങളും സ്കൂൾ സ്റ്റേഷനറീസും ഒരു കുടക്കീഴിൽ ഒരുക്കിക്കൊണ്ട് തൊടുപുഴ വെങ്ങല്ലൂർ സുലഭ ഹൈപ്പർ മാർക്കറ്റിൽ സ്കൂൾ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു. ഒരു കുട്ടിക്ക് ആവശ്യമായ എല്ലാ പഠനോപകരണങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിലാണ് സ്ഥാപനത്തിൽ ഒരുക്കിയിരിക്കുന്നത്. വിവിധ ബ്രാൻഡുകളുടെ പെൻസിൽ, പെൻ, ഇറേസർ, കളർ പെൻസിലുകൾ, ക്രയോൺസ്, ക്ലാസ്മേറ്റ്സ് നോട്ട്ബുക്കുകൾ, കളറിംഗ് ബുക്സ്, റാപ്പർ, നെയിം സ്ലിപ്പ്, ബോക്സുകൾ, പൗച്ചുകൾ, വാട്ടർ ബോട്ടിൽ, ലഞ്ച് ബോക്സുകൾ, സ്നാക്സ് ബോക്സുകൾ, കുടകൾ, റെയിൻകോട്ട്, സ്കൂൾ ബാഗുകൾ, ചപ്പൽസ് തുടങ്ങി എല്ലാവിധ പഠനോപകരണങ്ങളുടെയും സ്കൂൾ സ്റ്റേഷനറി ഉൽപ്പന്നങ്ങളുടെയും വിപുലമായ ശേഖരമാണ് സുലഭ സ്കൂൾ മാർക്കറ്റിൽ ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായി ഇടുക്കിയിൽ ശക്തമായ മഴയാണ് ലഭിച്ചത്. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് മലങ്കര ഡാമിൽ നിന്നും കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കാൻ തുടങ്ങി. ഇടുക്കിയിൽ ഇന്നലെ രാത്രി മുതൽ ജില്ലയുടെ മിക്കയിടങ്ങളിലും മഴ ലഭിച്ചു. ഇന്ന് രാവിലെ തൊടുപുഴ ഉൾപ്പെടെ ലോറേഞ്ച് മേഖലയിൽ ശക്തമായ മഴയാണ് ഉണ്ടായത്. വൃഷ്ടി പ്രദേശത്തെ ശക്തമായ മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയർന്നതിനാൽ മലങ്കര ഡാമിൽ നിന്നും 4 ഷട്ടറുകൾ ഉയർത്തി കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കാൻ തുടങ്ങി. 4-5 ഷട്ടറുകൾ 50 സെന്റിമീറ്റർ വീതവും 2-6 ഷട്ടറുകൾ 20 സെന്റിമീറ്റർ വീതവുമാണ് തുറന്നുവിട്ടിരിക്കുന്നത്. ഇതേ തുടർന്ന് തൊടുപുഴ, മൂവാറ്റുപുഴ ആറുകളിൽ ജലനിരപ്പ് ഉയർന്നു. ആവശ്യമെങ്കിൽ കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കുമെന്നും ആറിന്റെ ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും MVIP അധികൃതർ അറിയിച്ചു. എന്നാൽ ഹൈറേഞ്ചിൽ താരതമ്യേന കുറഞ്ഞ മഴയാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. ഇന്ന് രാവിലെ അവസാനിച്ച 24 മണിക്കൂറിനിടെ ഇടുക്കിയിൽ ശരാശരി 29.48 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് പീരുമേട്ടിലാണ്, 44.5 മില്ലിമീറ്റർ. മഴക്കെടുതികളോ മറ്റ് നാശനഷ്ടങ്ങളോ ഇതുവരെ ഉണ്ടായതായി റിപ്പോർട്ടുകളില്ല. മഴ ശക്തമാകുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുള്ളതിനാൽ രാത്രിയാത്ര, ടൂറിസം കേന്ദ്രങ്ങളിലെ സന്ദർശനം, ട്രക്കിംഗ്, ഖനന പ്രവർത്തനങ്ങൾ തുടങ്ങിയവയ്ക്കുള്ള നിരോധനം ഇപ്പോഴും തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കഞ്ഞിക്കുഴി കൃഷിഭവന്റെയും കർഷക ജ്യോതി കൃഷിക്കൂട്ടത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ചെറുകിട ഏലം കർഷകർക്ക് ബോധവൽക്കരണ പരിശീലന സെമിനാർ നടത്തി. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വക്കച്ചൻ വയലിൽ ബോധവൽക്കരണ പരിശീലന സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ആഗോള താപനം മൂലം രൂപപ്പെട്ട കാലാവസ്ഥാ വ്യതിയാനം മൂലം ജില്ലയിലെ ഏലം കർഷകർ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. കടുത്ത വേനലിൽ പാടെ തകർന്ന ഏലം കർഷകർക്ക് കൈത്താങ്ങായി കഞ്ഞിക്കുഴി കൃഷിഭവന്റെയും കർഷക ജ്യോതി കൃഷിക്കൂട്ടത്തിന്റെയും നേതൃത്വത്തിൽ ചെറുകിട ഏലം കർഷകർക്കാണ് ബോധവൽക്കരണ പരിശീലന സെമിനാർ നടത്തിയത്. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് സുവർണ ജൂബിലി ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വക്കച്ചൻ വയലിൽ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ജില്ലയെ പിടിച്ച് ഒളിക്കുകയാണ്. കാർഷിക മേഖലയിൽ എന്ന് പറഞ്ഞാൽ കൊക്കോ വരെ ഉണങ്ങിയ ഒരു സാഹചര്യം. അപ്പോൾ പിന്നെ ഏലം കർഷകൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ല. ഈ അടുത്ത നാളിൽ നമ്മുടെ ഇടുക്കിയിലേക്ക് എന്ന് പറയുമ്പോൾ ഇടുക്കി ജില്ലയിലെ ഏലം കർഷകർ ഒത്തിരി ഉണ്ടെങ്കിൽ പോലും ഇടുക്കി നമ്മുടെ കഞ്ഞിക്കുഴി മേഖലയിൽ ഒട്ടനവധി പുതിയ കർഷകർ ഈ രംഗത്തേക്ക് കടന്നു വന്നിരുന്നു. കർഷക ജ്യോതി കൃഷിക്കൂട്ടം സെക്രട്ടറി കുര്യാക്കോസ് തുണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ചന്ദ്രൻ ഏലം കർഷക ഫെഡറേഷൻ മെമ്പർഷിപ്പുകൾ വിതരണം നടത്തി. പ്രമുഖ ഏലം ഗവേഷകനും ശാന്തൻപാറ KVKയിലെ ശാസ്ത്രജ്ഞനുമായ S. സുധാകരൻ ക്ലാസ് നയിച്ചു. കഞ്ഞിക്കുഴി കൃഷി ഓഫീസർ അഡിൻ ഷാ അഷറഫ്,
ഗ്രാമപഞ്ചായത്ത് അംഗം ബേബി ഐക്കര, കർഷക ജ്യോതി കൃഷിക്കൂട്ടം പ്രസിഡന്റ് രാജപ്പൻ കൊല്ലക്കാട്ട് എന്നിവർ പ്രസംഗിച്ചു. നിരവധി കർഷകർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തെരുവുനായ ആക്രമണത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ട് നടത്തിയ പ്രതിഷേധത്തിന് പരിഹാരം കണ്ട് കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് 10-ാം വാർഡിൽ തെരുവുനായ 2ഓളം പേരെ കടിക്കുകയും നിരവധി പേരെ ആക്രമിക്കുകയും ചെയ്തിരുന്നു. ഭീതി വിതച്ച നായയെ പിടികൂടി കൂട്ടിലടച്ചാണ് പഞ്ചായത്ത് പരിഹാരം കണ്ടത്. പഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡ് മെമ്പർമാർ എന്നിവരുടെ നേതൃത്വത്തിൽ സേവ് ദി ആനിമൽസ് ഇടുക്കി ടീം അംഗങ്ങളുടെ നേതൃത്വത്തിലെത്തിയ സംഘം 5 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് അക്രമകാരിയായ നായയെ കീഴ്പ്പെടുത്തിയത്. കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്തിലെ 10-ാം വാർഡിൽ തെരുവുനായ 2 പേരെ കടിക്കുകയും നിരവധി പേരെ ആക്രമിക്കുകയും ചെയ്തതിനെ തുടർന്ന് നടത്തിയ പ്രതിഷേധത്തിന് പരിഹാരം കണ്ട് കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് ഭീതി വിതച്ച നായയെ പിടികൂടി കൂട്ടിലടച്ചു. നാളുകളായി ഭീതി വിതച്ച തെരുവുനായയെ പിടികൂടണമെന്ന് വാർഡിലെ ജനങ്ങളുടെ ആവശ്യം നടപ്പാക്കാൻ വൈകിയതിൽ കുടുംബശ്രീ അംഗങ്ങളുടെയും നാട്ടുകാരുടെയും ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡ് മെമ്പർ എന്നിവർ സ്ഥലം സന്ദർശിക്കുകയും അടുത്ത ദിവസം തന്നെ നായയെ പിടികൂടുമെന്ന് പ്രസിഡന്റ് സുജിത് ബേബി ജനങ്ങൾക്ക് ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുജിത് ബേബി, വാർഡ് മെമ്പർ GB AK, 7-ാം വാർഡ് മെമ്പർ അനിൽ K മോഹനൻ എന്നിവരുടെ നേതൃത്വത്തിൽ സേവ് ദി ആനിമൽസ് ഇടുക്കി ടീം അംഗങ്ങളായ കീർത്തി ദാസ്, മഞ്ജു ഓമന തുടങ്ങിയവരുടെ നേതൃത്വത്തിലെത്തിയ സംഘം 5 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് അക്രമകാരിയായ നായയെ കീഴ്പ്പെടുത്തിയത്. ഭക്ഷണവും വെള്ളവും ഒരുക്കി പഞ്ചായത്തും നാട്ടുകാരും ഒപ്പം നിന്നു. തുടർന്ന് നിരീക്ഷണാർത്ഥം നായയെയും 4 കുഞ്ഞുങ്ങളെയും കല്ലൂർക്കാട് മൃഗാശുപത്രിയിൽ എത്തിച്ച് കൂട്ടിലടച്ചു. ഏറെ സന്തോഷത്തിലാണ് വാർഡ് അംഗങ്ങൾ. ന്യൂസ് ബ്യൂറോ, കല്ലൂർക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റീജിയണൽ ബിസിനസ് ഓഫീസ് തൊടുപുഴയുടെ ആഭിമുഖ്യത്തിൽ കുടുംബശ്രീ യൂണിറ്റുകൾക്ക് തയ്യൽ മെഷീനുകൾ വിതരണം ചെയ്തു. തൊടുപുഴ നഗരസഭയിൽ റാപ്പിഡ് റെസ്പോൺസ് ടീം പ്രവർത്തനം ആരംഭിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് എഞ്ചിനീയറിംഗ് വിംഗ് സാങ്കേതിക വിഭാഗം ജീവനക്കാരുടെ സംഘടനയായ ഫീലയുടെ 10-ാം സംസ്ഥാന സമ്മേളനം 24, 25 തീയതികളിൽ തൊടുപുഴ മർച്ചന്റ്സ് ട്രസ്റ്റ് ഹാളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്കൂളുകളെല്ലാം പുതിയ അധ്യയന വർഷത്തിനായുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ്. കുരുന്നുകളെ ആകർഷിക്കാൻ കാർട്ടൂണുകളും അവയിലെ കഥാപാത്രങ്ങളും സ്കൂൾ മതിലുകളിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. പേര് പോലെ തന്നെ കാഴ്ചകൾ കൊണ്ടും അതിമനോഹരമാണ് ഇലവീഴ പൂഞ്ചിറ. കോട്ടയം, ഇടുക്കി ജില്ലയുടെ അതിർത്തിയായ ഈ മലമുകളിൽ നിന്നാൽ 5 ജില്ലകളുടെ വിദൂര ദൃശ്യം ആസ്വദിക്കാനാകും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.